നല്ല ഉറക്കപ്പിച്ചില്ല നാളത്തെ സ്റ്റോക്ക് എവിടെ തുറക്കും എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്, അതായത് ഗോൾഡ്, പ്രത്യേകിച്ച് ഗോൾഡിൻ്റെ ഗോൾഡെല്ലാം എന്താ പറയുക, പാതിരാത്രിക്കും അതിൻ്റെ പ്രൈസ് കൂടുകയും കുറയെല്ലാം ചെയ്യുന്നതല്ലേ. അപ്പോൾ മാർക്കറ്റ് പ്രൈസിൽ വിൽക്കണോ വേണ്ടയോ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഉറക്കപ്പിച്ചിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തെറ്റുണ്ടെങ്കിൽ ഒന്നങ്ങ് സഹിച്ച് ക്ഷമിച്ചേക്കുക. അപ്പോൾ ഇന്ന് ഗോൾഡിൻ്റെ റേറ്റ് എന്താ പറയുക, നോട്ട് ദ പോയിൻറ്റ് ഇന്നല്ല മാർക്കറ്റ് ക്ലോസ് ആകുമ്പോൾ. കാരണം മാർക്കറ്റ് ക്ലോസ് ആയിട്ട് ഇപ്പോൾ 2 ദിവസമായല്ലോ, ശനിയും കഴിഞ്ഞ് ഞായറും കഴിഞ്ഞ്. ബാക്കിയുള്ള ദിവസം മാർക്കറ്റ് എന്തായാലും ഗോൾഡിൻ്റെ റേറ്റെല്ലാം കൂടാൻ കുറേ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് റേറ്റ് ഇന്നുണ്ടാവും കേട്ടോ. ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ഇന്ന് കിട്ടും. അപ്പോൾ ആ ഒരു പ്രൈസിനെ ETF പ്രൈസിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് ഞാൻ നമ്മളൊരു ബുജിനോട് ചോദിച്ചു നോക്കി. നമ്മളെ ChatGPT കുറേ കാലമായി അതിനെ തുറന്നു നോക്കിയിട്ട്. അപ്പോൾ ആദ്യം എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം അയാൾ എന്താണ്ടേ ഒരു സുഖവിവരം അന്വേഷിക്കണം. ഞാൻ ChatGPTൻ്റെ സുഖവിവരം അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഓക്കെയാണ്, കുഴപ്പമൊന്നും ഇല്ലയെന്നാണ് ChatGPT പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറേ കാലം കാണണ്ടായതിൻ്റെ ഒരു പരിഭവമെല്ലാം ഉണ്ട്. എന്തെങ്കിലും ആയിട്ട് നമുക്കെന്ത് ചെയ്യാം, നമ്മളെ ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്നേനും അത് പറയണം, നമ്മളിവിടെ വന്നതൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനാണ്. എന്നിട്ട് നമ്മളെടുത്ത് വെച്ച 2 സ്ക്രീൻഷോട്ടും, അതായത് ഈ ഗ്രോൻ്റെ ആ ഗ്രാഫിൻ്റെ ഇതും, പിന്നെ നമ്മൾ മറ്റേ ആപ്പിൽ നിന്ന് കറണ്ട് ഗോൾഡ് റേറ്റില്ലേ അതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടിയിട്ട് എടുത്തിട്ട് ChatGPTനോട് നമുക്ക് വേണ്ടുന്ന രീതിയിൽ നമുക്ക് അറിയാവുന്ന ഇംഗ്ലീഷിലാണ്. ഇനിയിപ്പോൾ ഇത് മലയാളത്തിലാക്കാൻ തോന്നുന്നല്ലേ, AI അല്ലേ, മലയാളം എല്ലാം മനസ്സിലാവായിരിക്കും. ഞാൻ എന്തായാലും ഇംഗ്ലീഷ് ചോദിച്ചു നോക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന ഇംഗ്ലീഷ് ഇനി എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് അങ്ങനെ ഇങ്ങനെ ഉണ്ടെങ്കിൽ പൊങ്കാലിടാൻ വരരുത്. ഇതുവരെ ആരും വന്നിട്ടില്ല, പക്ഷെ എന്നാലും വെറുതെ പറയാമല്ലോ, അത്രയാണ്. അത് നമുക്ക് അറിയുന്ന രീതിയിൽ ചോദിച്ചു നോക്കാം ഇതെങ്ങനെ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ChatGPT നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞു തരും. അപ്പോൾ ഇതാ പറയുന്ന, ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ് ക്ലിയർലി. ആയിക്കോട്ടെ, ടാറ്റ ഗോൾഡ് ETF ഡസ് നോട്ട് ഈക്വൽ 1 gram ഓഫ് ഗോൾഡ്. പിന്നെ എത്രയാളി, ഇഫ് ഓൺലി ട്രാക്സ് ഗോൾഡ് പ്രൈസ് ബട്ട് ഈച്ച് യൂണിറ്റ് ഈസ് ഈക്വൽ ടു വെരി സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ഗോൾഡ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൺവേർട്ടർ ചെയ്യുന്നുണ്ട്. ഗോൾഡ് 24 ക്യാരറ്റ് 15,000 പെർ ഗ്രാം ഇങ്ങനെയല്ലേ കാണിക്കുന്നത്. സ്റ്റെപ്പ് 2 പോട്ടെ ഇതെല്ലാം ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. മതി, ഇതൊന്നും എനിക്ക് വായിക്കാൻ കഴിയില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ ഗോൾഡിൻ്റെ പ്രൈസ് മറ്റേത് ഇപ്പോൾ കറണ്ടിൽ പോകുന്നതും പിന്നൊന്ന് പ്രീവിയസ് അല്ലേ, അതും കൂടെ ChatGPTനോട് പറയണ്ടേ. അതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല നീനൊന്നും. ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്തായാലും AIക്ക് അത്രമാത്രം ഡെവലപ്മെൻ്റ് ഒന്നും വന്നിട്ടില്ലാന്ന് തോന്നുന്നല്ലേ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ അവൻ കൂടെ വരുമായിരിക്കും. പിന്നെ മനുഷ്യന്മാർ ആവശ്യമൊന്നും ഉണ്ടാവില്ല. അതെന്തായിട്ട് നമുക്കിപ്പം വേണ്ടേ, എന്തെങ്കിലും വേണ്ടേ, ഇപ്പോഴത്തെ ഗോൾഡിൻ്റെ ETF റേറ്റ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. നമ്മളെ എന്താ പറയുക, ഈ 2 സ്ക്രീൻഷോട്ടിലുള്ള പ്രൈസും എൻ്റെ ടൈമത്തെ പ്രൈസാണ്. അത് വെച്ചാണ് ഇപ്പം മേലയിൽ കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടില്ലേ. അതൊന്നല്ലപ്പാ, ആരോ ഇപ്പോൾ ട്രേഡ് ചെയ്ത് കൊടുക്കുന്ന ഒരാൾ എനിക്ക് പറഞ്ഞു തന്നിട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്യേണ്ടത്, എന്തോ വെച്ച് ഡിവൈഡ് ചെയ്യണം, എത്രയോ നമ്പർ വെച്ചിട്ട്, അതാണ് നമുക്ക് കറക്റ്റ് പ്രൈസ് കിട്ടും. പക്ഷെ അത്ര നമ്പർ ഒന്നും ഇപ്പം എങ്ങനെ ഇട്ടാണ്. എന്തായാലും നോക്കാം, നമുക്കൊന്നുകൂടെ നോക്കി നോക്കാം. എന്നോട് ChatGPT ചോദിക്കുന്നുണ്ട്, ഇതൊന്നും എനിക്ക് ഇത്ര കാര്യം വലിയ നഷ്ടം വന്നിനി. ഇതിനോടെല്ലാം ചോദിച്ചാൽ പറയും, ഇപ്പം എടുക്കണ്ട കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുക, ഇപ്പം നല്ല സമയമല്ല, ഇപ്പം എടുക്കണ്ട, ഒരു ഡിപ്പ് വരട്ടെ, ഡിപ്പൊന്നും കയറി കഴിഞ്ഞാലോ, ഇത് ഓൾറെഡി കയറി കഴിഞ്ഞ് ഇനി എടുക്കണ്ട, ഇങ്ങനെയെല്ലാം പറയാം. ഇതെല്ലാം തേരിയാ. എന്തായാലും ഇതൊന്ന് നോക്കി നോക്കാം. എന്തായാലും ഒന്നും അറിയാൻ നിൽക്കില്ലല്ലോ, ഒന്നും അറിയാണ്ട് ഇതൊരു AI നിൽക്കില്ലല്ലോ. എന്തെല്ലാം ഓർക്കപ്പിച്ചില്ല, എന്തെല്ലാം പറയുന്നുണ്ട്, അതെല്ലാം നെവർ മൈൻഡ്. നമുക്ക് വേണ്ടുന്നതിനും ഗോൾഡിൻ്റെ ഇപ്പോഴത്തെ ETF റേറ്റ്. അപ്പോൾ ഞാൻ 100% റേറ്റാന്നെല്ലാം പറയുന്നുണ്ട്. ടാറ്റ ഗോൾഡ് സെക്കൻഡ് സ്ക്രീൻഷോട്ട് ഇത് ഞാൻ പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ നീ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞാ ചോദിച്ച കാര്യം പോട്ടടാ. നൈറ്റ് ഗോൾഡ് പ്രൈസ് ലേറ്റസ്റ്റ് വിത്ത് ഓൾഡ് ETF പ്രൈസ്. അല്ലോ ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞ മക്കളെ. ഓപ്ഷൻ 1 ഗോൾഡ് പ്രൈസ് ഡ്യൂറിങ് മാർക്കറ്റ്. എന്താ പറയുക, പിന്നെ എന്നോട് ചോദിക്കണം മാർക്കറ്റ് അവറിൽ കയറുമോ അതോ മാർക്കറ്റ് പ്രൈസിൽ വിൽക്കണമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അടുത്ത് തന്നെ. ഇതിങ്ങനെ വെച്ചുകൊണ്ട് നിന്നിട്ടൊരു സുഖമല്ല. ഏതെങ്കിലും ഒരു പൈസ റിലീസ് ആക്കിയിട്ട് വേണം എനിക്കൊന്ന് ഇൻട്രാഡേയിൽ കയറി വെക്കാനും. ഇനി ഉള്ളിയും പോകുമെന്ന് ആർക്കറിയാം. ക്ഷമയെല്ലാം വേണം. അപ്പം ഇനി ട്രേഡ് ചെയ്യണമെങ്കിൽ ക്ഷമ വേണം. എന്തല്ല വേണ്ടേ, ക്ഷമ വേണം, ബുദ്ധി വേണം, എന്ന് വേണ്ടേ, എന്തെല്ലാം വേണം. പിന്നെ പ്രത്യേകിച്ച് വേണ്ടുന്നത് ഭാഗ്യം. ദാറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ്. ഹൗ മച്ച് യുവർ ഇൻഡിവിജ്വൽ ഓപ്പൺ ബേസ്ഡ് ഓൺ ദ ഗോൾഡ് മൂവ്മെൻറ്റ്. പറഞ്ഞു കലേ കറക്റ്റ് പറഞ്ഞു തരുമോ നമ്മ? എന്നാൽ അതും കൂടി ഇങ്ങ് പോരട്ടെ, വേഗം പോരട്ടെ. എന്തെല്ലോ കാൽക്കുലേഷൻസ് എല്ലാം തരുന്നുണ്ട് പഠിച്ചാണ്. ഇതൊന്നും സംഭവം ഫൈൻഡ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഗോൾഡ്. ഞാൻ പിന്നെ പണ്ടേ മാക്സിൽ പുലിയായതുകൊണ്ട് ഒരവസ്ഥ മനസ്സിലാവുന്നില്ല അടിച്ചാണ്. എന്നാ ഇവിടുന്ന് 5,300 തന്നെ. ദിസ് ഇസ് നോട്ട് ഈസി ഗൈസ്. അപ്ലൈ സെയിം പെർസെൻറ്റേജ് ടു ETF. എങ്ങനെ
എടുത്താവില്ലല്ലേ യുവർ ടാറ്റ ഗോൾഡ് TTF മേ ഓപ്പൺ അറൗണ്ട് 14 ഉറുപ്പ്യല്ല അത്രയാണ് എടുത്തേ 15.26 15.26 14 തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് ഇൻ്റുമോ 2 റുപ്യൻ്റെ വ്യത്യാസമുണ്ട് അല്ലേ ആൾമോസ്റ്റ് 1.5 റുപ്യൻ്റെ ഇപ്പോൾ 2000 ഓൾമോസ്റ്റ് ഒരു 3000 റുപ്യ പോകും അല്ലേ കൊടുക്കണ വേണ്ടല്ലേ വേണോ എൻ്റെ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ പക്ഷേ എന്നപ്പോൾ ചെയ്യുക നമുക്ക് പ്രോ ടിപ്പ് ഡെയിലി യൂസ് ബിഫോർ മാർക്കറ്റ് ഓപ്പൺസ് ചെക്ക് ഗോൾഡ് പ്രൈസ് ചേഞ്ച് ഓവർനൈറ്റ് ഇനിയടി ഓവർനൈറ്റ് ആണ് 4 കാലമായി 1000 പോയി കടന്നുറങ്ങിയിട്ട് രാവിലെ അങ്ങനെ നോക്കുക എന്നല്ലാണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ പോട്ടെ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മളെ ChatGPT നമ്മളെ കറക്റ്റ് മനസ്സിലാവുന്ന വിധത്തിൽ പറഞ്ഞിട്ടില്ല ഞാൻ രാവിലത്തെ ഞാൻ വൈകുന്നേരം ഇടാം